ഇതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു ജേർണിയിൽ കുറച്ചൊക്കെ സെൽഫിഷ് ആവുന്നത് നമുക്ക് നല്ലതാണ്. അതിനർത്ഥം എന്താ പറയാ, കംപ്ലീറ്റ്ലി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിമ്പതിയോ എമ്പതിയോ ഒന്നും കാണിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകണം എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ പറയാ, നമ്മുടെ ചില കാര്യങ്ങളിൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ഒരു പേഴ്സണൽ ടൈം ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസ്, ആ ഒരു ഇന്നർ നമ്മളുടേതായിട്ടുള്ള സ്പേസ്, വാട്ടെവർ ആ ഒരു ടൈമിലൊക്കെ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ സെൽഫിഷ് ആവണതിൽ ഒരു തെറ്റും ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ബിക്കോസ് സെൽഫിഷ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബൗണ്ടറി എന്നൊക്കെ പറയാം. കാരണം ചില ബൗണ്ടറീസ് നമ്മൾ വിചാരിക്കാത്ത ലെവലിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അതിപ്പോ ഏതൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ ആയിക്കോട്ടെ, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, ദിസ് ഈസ് മൈ ബൗണ്ടറി. അതിനപ്പുറത്തോട്ട് നോ വൺ ഇസ് അലൗഡ് ടു എൻ്റർ, നോ ഇമോഷൻ ഹാസ് അലൗഡ് ടു എൻ്റർ. ആൾക്കാരെ മാത്രമല്ല കേട്ടോ ഞാൻ പറയണത്, നമ്മുടെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ആവാം, നമ്മുടെ തന്നെ ഓവർ തിങ്കിങ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്താ പറയാ, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ് ഇൻസൈഡ് ഓഫ് അവർ മൈൻഡ്, നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്ന വോയിസ് ആവാം, എന്തായിക്കോട്ടെ, എനിക്കൊരു ബൗണ്ടറി ഉണ്ട്. ഇതിനപ്പുറത്തോട്ട് എന്നെ ഡ്രെയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ എന്നെ അൺഹാപ്പി ആക്കാനോ, അല്ലെങ്കിൽ എന്താ പറയാ എന്റെ മൈൻഡ് വെച്ചിട്ട് പ്ലേ ചെയ്യാനോ ആർക്കും, അല്ലെങ്കിൽ ഒരു ഇമോഷൻസും അലൗഡ് അല്ല. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കായിക്കോട്ടെ, സിറ്റുവേഷൻസിനായിക്കോട്ടെ അലൗഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു നമ്മളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നിടത്ത് തീരും ലൈക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ. അതായത് ഓവറായിട്ട് നമ്മൾ ട്രിഗർ ആവുന്നതായിക്കോട്ടെ, കാര്യം കേട്ടു നമ്മൾ എടുത്തോ പിടിച്ചോ പോലെ ട്രിഗർ ആവുകയാണ്. അതേസമയം നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, അതിന് താഴെയാണ് അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അത് ശരിക്കും ഡിസേർവ് ചെയ്യുന്നില്ല. അത് ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, നിങ്ങളുടെ ബൗണ്ടറിയുടെ താഴെയാണ് വരുന്നെങ്കിൽ ഡോണ്ട് റിയാക്ട് ടു ഇറ്റ് ലിറ്ററലി. ഓക്കെ, 1+1=3 എന്നൊരാൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അയാളുടെ 2 ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലേ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്താണോ പറഞ്ഞത് ശരി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവാ. നിങ്ങളുടെ റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാൻ വരുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ്, സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ ഓക്കെ നിങ്ങൾ പറഞ്ഞ ശരി, ഓക്കെ ഐ എം ഗോയിങ് മൈ സൈഡ്. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ആവുന്നുമില്ല, നിങ്ങളുടെ മെന്റൽ പീസ് അവിടെ പോകുന്നുമില്ല, നിങ്ങൾ മെന്റലി എന്താ പറയാ ഡിസ്റ്റർബ് ആവുന്നുമില്ല. റീസൺ യു കെപ്റ്റഡ് എ ബൗണ്ടറി ദാറ്റ് അതിനപ്പുറത്തോട്ട് ഐ എം നോട്ട് ഗോയിങ് ടു റിയാക്ട് ഇറ്റ്, ലൈക്ക് ഇറ്റ്സ് യൂസ്ലെസ്, ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. അങ്ങനെ പല കാര്യങ്ങളിലും ഇപ്പൊ എന്താ പറയാ, ഇന്ന ടൈം എന്റെ സെൽഫ് ഗ്രോത്തിന്റെ ടൈമാണ്, അല്ലെങ്കിൽ എന്റെ വർക്ക്ഔട്ടിന്റെ ടൈമാണ്, ഈ ഒരു ടൈം എനിക്ക് ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. ഇപ്പൊ ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ ടൈം ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. ഇപ്പൊ എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം പഠിക്കേണ്ട സമയമാണ്. സോറി ഐ കാൺ കം ഔട്ട് വിത്ത് യു. അങ്ങനെ നിങ്ങൾ പോവില്ല എന്ന് പറയുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോകുന്നവരാണെങ്കിൽ ലെറ്റ് ദം ഗോ വിത്തൗട്ട് യു. ലൈക്ക് അങ്ങനെ നിങ്ങളെന്നൊരു വ്യക്തി അവരുടെ ലൈഫിൽ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരത് റീഷെഡ്യൂൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് ടൈം മാറ്റിയിട്ട് ഒപ്പം പോകാൻ നിൽക്കും. ഒരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞു ഞാൻ. ഇനി അതെല്ലാം നിങ്ങളെ വിട്ടിട്ട് പോകുന്നവരാണെങ്കിൽ ലെറ്റ് ദം ഗോ. അതേപോലെ തന്നെ ഇപ്പൊ എന്തൊരു കാര്യം ആയിക്കോട്ടെ ലൈഫില് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് കുറച്ചൊക്കെ സെൽഫിഷ് ആവാതെ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാം. ഇറ്റ്സ് നോട്ട് ഈസി ടു സേ നോ, ബട്ട് സംടൈംസ് വെരി ഇമ്പോർട്ടന്റ് ടു സേ നോ. സോ വി ഹാവ് ടു ലേൺ ഹൗ ടു സേ നോ. അത് ഗ്രാജുവലി നമ്മൾ ചെയ്ത് തന്നെ പഴകണം. കാരണം എല്ലാ കാര്യത്തിലും എപ്പോഴും എസ് പറഞ്ഞ ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം നമുക്ക് ഒരു നോ പറയാനൊന്നും പോസിബിൾ ആവണമെന്നില്ല. സോ ഈവൻ മീ ടു, ഐ എം സ്റ്റിൽ ലേണിംഗ് ടു സേ നോ, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു സേ നോ, because in one day we will definitely realize that it's very important to satisfy our soul, not the society. ആ ഒരു റിയലൈസേഷൻ ഒക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും. മേ ബി നമ്മളിങ്ങനെ മറ്റുള്ളവരിനെ പ്ലീസ് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആയി ആ ഒരു ലെവലിൽ, അതായത് ഞാൻ ഒട്ടും താവണ്ടെന്നല്ലോട്ടോ ഞാൻ പറയണേ, ബട്ട് സ്റ്റിൽ ചെറിയ കുറച്ചൊക്കെ സെൽഫിഷ് ആവാം. അതായത് ഫുൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്റെ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാം എന്ന ലെവലിൽ ഇട്ടിട്ട് പോകാനല്ല ഞാൻ പറയണത്. ബട്ട് സ്റ്റിൽ ചില കാര്യങ്ങളിൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ഗോളിന്റെ കാര്യത്തിൽ, നമ്മളുടെ ഡ്രീംസിലോട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, അത് 100% ഓഫ് ലൈഫിൽ ഒരു 20% ഒക്കെ സെൽഫിഷ് ആവാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോ അതൊന്നും നമ്മൾ ചെയ്യാതെ അതും നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർത്ത് ഒരു ടൈം കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഓൾഡ് ഏജിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഓക്കെ ഐ ഡിഡ്ന്റ്, ഞാൻ എന്റെ സോൾ എന്റെ ഉള്ളിൽ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് എന്താ പറയുക, ഞാൻ മറ്റുള്ള സൊസൈറ്റിയെ പ്രൂവ് ചെയ്യാൻ, മറ്റുള്ള അതിന്റെ ചുറ്റുള്ള ആൾക്കാരെ പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടി അവർക്ക് വേണ്ടി ജീവിച്ച് ഞാൻ എന്റെ ഹാപ്പിനെസ്സും വിട്ടുപോയി, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയില്ല എന്നൊരു കൈൻഡ് ഓഫ് ഒരു റിയലൈസേഷൻ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടാവുമായിരിക്കാം. It's very important to satisfy your soul too for little bit, കുറച്ചെങ്കിലും. അതിനുവേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. നടക്കോ ഇല്ലയോ അത് ചിലപ്പോൾ സിറ്റുവേഷൻ ചില ആൾക്കാരുടെ എല്ലാവരുടെയും അങ്ങനെ ആവണമെന്നില്ല, ആ ഒരു ലെവലിൽ ട്രൈ ചെയ്യാൻ പറ്റണം. ബട്ട് സ്റ്റിൽ
ഒരു 20% പറ്റില്ലെങ്കിൽ ഒരു 5% നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ട്രൈ ടു ഡു ഇറ്റ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് 1 പ്രയോറിറ്റി കറന്റ്ലി ഞാൻ തന്നെയാണ്. അത് എല്ലാവർക്കും നമ്മൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചുറ്റുള്ളവർക്ക് നമുക്ക് നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ചിലവർ പറഞ്ഞ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്നത്, ഇന്ന ആൾക്ക് വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, നിങ്ങൾ ഞങ്ങൾ എവിടെയോ കേട്ടൊരു ഇതാണ് ദാറ്റ് ഒരാൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ റെഡി ആണ് എന്ന് പറയുന്നേക്കാൾ ഉപരി അയാൾക്ക് വേണ്ടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുമോ, അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽത്തി ആയിട്ട് നിങ്ങളെ വെക്കാൻ പറ്റുമോ, അയാൾക്ക് വേണ്ടി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് that would be greater than ഞാൻ അയാൾക്ക് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞേക്കാളും അല്ലെ. ഇതിപ്പോ ഫാമിലിക്ക് വേണ്ടി ആവും വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്. അപ്പോ നമ്മുടെ ചുറ്റുമുള്ളവർ അടിപൊളിയായിട്ട് വെക്കണമെങ്കിൽ നമ്മൾ അടിപൊളിയായിരിക്കണം. നമ്മൾ അടിപൊളിയായിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സെൽഫിഷ് ആയിട്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വേണം. സോ യാ, it's all about this video.